السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സാദാത്യങ്ങൾ, SKSSFന്റെ കർമ്മോത്സുകരായ ഭാരവാഹികൾ, ഈ പ്രൗഢമായ സമ്മേളനത്തിൽ ഒത്തുകൂടിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഈ പ്രൗഢമായ ചടങ്ങിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. SKSSFന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പ്രതിനിധി സംഗമം ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ മുഴുവൻ തിരക്കുകളും മാറ്റിവെച്ച് ഈ പ്രസ്ഥാനത്തെ കേൾക്കാൻ വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. നമ്മുടെ സംഘടനാ ചരിത്രത്തിലെ വിവിധങ്ങളായ പദ്ധതികൾ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ നാഴികക്കല്ലായി വിശേഷിക്കപ്പെട്ട ഒട്ടേറെ പദ്ധതികൾ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെയുള്ള സംഗമങ്ങളിലൂടെയാണ്. സംഘടനാ പ്രവർത്തനം കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സംഘടനാ നെറ്റ്വർക്ക് കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഈ ഒരു പ്രതിനിധി സമ്മേളനം പ്രയോജനകരമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സുദീർഘമായി ഒരു പ്രഭാഷണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിവന്ദ്യരായ നമ്മുടെ നേതാക്കളൊക്കെ വളരെ മനോഹരമായി നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച്, ഇന്നത്തെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ച്, ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ആത്യന്തികമായി നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഏതു സംഘടനയെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ആ സംഘടനക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാപിത ലക്ഷ്യങ്ങളുണ്ടാകും, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയോറിറ്റികൾ ഉണ്ടാകും. അത് ഏത് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ഓരോ ആളുകളും പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രയോറിറ്റി എന്താണ്, നമ്മുടെ സ്ഥാപിത താല്പര്യം എന്താണ്, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നേരത്തെ അഭിവന്ദ്യരായ പ്രഭാഷകർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ ഭൗതികമായ ജീവിതമെന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഈ താൽക്കാലികമായ ലോകത്ത് അവൻ ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും അത് പാരത്രികമായ ലോകത്തെ വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാവണം എന്നാണ് നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ നൈമിഷികമായ ലോകത്ത് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ആസ്വാദനങ്ങളുടെ, അശ്ലീലതയുടെ ലോകത്തെ നമ്മൾ നിരാകരിക്കുകയും മറിച്ച് എല്ലാ ആഘോഷങ്ങളിൽ നിന്ന്, ആസ്വാദനങ്ങളിൽ നിന്ന് മാറി
അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും ഒക്കെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഭൗതികമായ ലോകത്ത് ചെയ്തു തീർക്കാനുള്ളത്. അതിന് നമ്മുടെ വിശ്വാസം ശരിയായിരിക്കണം. ഒരു മനുഷ്യൻ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ അവൻ്റെ വിശ്വാസം ശരിയായിരിക്കണം. അവൻ്റെ ജീവിത രീതി അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലായിരിക്കണം. ആ ഒരു മാർഗം ഇന്നതാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും ആ ദിശ നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഹിതമായ പ്രസ്ഥാനം ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ കൽബിനകത്തുള്ള ഈമാൻ, അതിൻ്റെ പ്രഭ വാടാതെ കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതാണ് സമസ്തയുടെ പ്രയോറിറ്റി. ഓരോ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള പ്രയോറിറ്റികളുണ്ട്. ഇവിടെയുള്ള നവീനവാദികളെ സംബന്ധിച്ചിടത്തോളം, അതെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതാത് സന്ദർഭങ്ങളിലെ രാഷ്ട്രീയ വിഷയങ്ങളിലാണ്. ആ വിഷയങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്, ആരുടെ കൂടെയാണ് ചേരേണ്ടത്, ആരെയൊക്കെ ചേർത്താണ്, എങ്ങനെയാണ് ആ രാഷ്ട്രീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രയോറിറ്റിയാണ്. അതുപോലെ തന്നെ എല്ലാ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയോറിറ്റികളുണ്ട്. എന്നാൽ സമസ്തയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൽബിനകത്തുള്ള ഈമാനിന്റെ വെളിച്ചം ഇവിടെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ നമ്മൾ ഓരോ ആളുകളും വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ SKSSFകാരനാണ്, സമസ്തക്കാരനാണ് എന്ന് പറയുമ്പോൾ ആരാ ഈ സമസ്തക്കാരൻ എന്ന് പറഞ്ഞാൽ, ആരാ ഈ SKSSFകാരൻ എന്ന് പറഞ്ഞാൽ? സമസ്തയുടെ കൊടി പിടിച്ചു, SKSSFന്റെ കൊടി പിടിച്ചു, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് നേടാനുള്ളത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സാക്ഷിക്കകത്ത് ഉയർന്നു വന്നാൽ അതിന്റെ ഉത്തരമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. വിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലൂടെ ഈമാനിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉതകുന്ന ഒരു തരത്തിലേക്ക് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയും. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനു വേണ്ടി ശരിയായ വിശ്വാസത്തെയും ആചാരങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണണം. നമ്മൾ നമ്മളെ കുറിച്ചറിഞ്ഞു, നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ചറിഞ്ഞു, ആ പ്രസ്ഥാനത്തിലും നമ്മളിലും അഭിമാനമുള്ളവരായി തീരണം. പലപ്പോഴും നമുക്ക് നമ്മളെ കുറിച്ച് അപകർഷതാബോധമാണ് ഉണ്ടാവാറുള്ളത്. ഇത് നമ്മൾ ഓരോ ആളുകളും നമ്മുടെ മനസ്സാക്ഷിക്കകത്ത് വളരെ ഗൗരവത്തോടുകൂടി ആത്മവിചിന്തനത്തിന് വിധേയപ്പെടേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ നമ്മളെ കുറിച്ച് എന്താണ് കരുതുന്നത്, നമുക്ക് എന്താണ് നമ്മളെക്കുറിച്ച് നമുക്ക് ഓർക്കാനുള്ളത്, പറയുവാനുള്ളത്, നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച്, നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മറ്റു പലർക്കുമില്ലാത്ത വലിയ സൗഭാഗ്യം ലഭിച്ചവരാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന മഹാന്മാരായിട്ടുള്ള സഹാബത്ത് മുഖേന വിശുദ്ധമായ ദീൻ അറിയാനും അനുഭവിക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള മഹത്തുക്കൾ. അങ്ങനെ പറയുമ്പോൾ സമസ്തയുടെ മഹാരഥന്മാരായിട്ടുള്ള ആലിമീങ്ങൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന പാരമ്പര്യത്തിന്റെ ചരിത്രം നമ്മൾ ചെയ്യുമ്പോൾ ആ പാരമ്പര്യം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മഹാന്മാരായിട്ടുള്ള സഹാബത്ത് വഴി ചെന്നെത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായ സുഹൃതം നിറഞ്ഞ പരമ്പര കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ പ്രവർത്തകരും അഭിമാനത്തോടുകൂടി നെഞ്ചേറ്റുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ മനോഹരമായി നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ ഗുരുപരമ്പരയെക്കുറിച്ച് പറയാൻ അവകാശപ്പെടാൻ വേറെ ആർക്കാ നമ്മുടെ കേരളത്തിൽ സാധ്യമാകുക? സാന്ദർഭികമായി ഒരു ഉദാഹരണം കൂടി പറയാം. കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദീന്റെ രൂപീകരണ കാലം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. KM മൗലവി കേരളത്തിൽ ബിദ്അത്ത് കൊണ്ടുവരുന്ന സമയം, കേരളത്തിൽ ബിദ്അത്ത് കൊണ്ടുവരുന്ന സമയം അദ്ദേഹത്തിന്റെ ഗുരുപരമ്പര ഒരിക്കലും
കേരളത്തിലെ പ്രഗത്ഭരായ ആലിമീങ്ങളിലേക്ക് ചെന്നെത്തുന്നില്ല. അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. 1925 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ഈരോഡിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ കേരളത്തിലെ ചില പ്രതിനിധികൾ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ കേരളത്തിലെ മലബാറിലെ സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത ചില ആളുകൾക്ക് ചില ആദരവ് കൂടി ഉണ്ടായിരുന്നു. അഭിയന്തരായ അബ്ദുൽ ബാരി മുസ്ലിയാരും അതുപോലെ തന്നെ പ്രഗത്ഭരായ പല ആലിമീങ്ങളും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KM മൗലവിയും പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ KM മൗലവിയും ചില മൗലവിമാരും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നമുക്ക് കേരളത്തിൽ ഇന്ത്യൻ മജ്ലിസുൽ ഉലമയുടെ ഒരു യൂണിറ്റ് രൂപീകരിക്കാം. അന്ന് ആ സമ്മേളനം ദേശീയ തലത്തിലൊക്കെ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ മജ്ലിസുൽ ഉലമയുടെ ഒരു യൂണിറ്റ് നമുക്ക് കേരളത്തിൽ രൂപീകരിക്കാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞു, കേരളത്തിൽ നമ്മുടെ അഭിവന്ദരായ ഉസ്താദുമാരുണ്ട്, കേരളത്തിൽ നമ്മുടെ പ്രഗത്ഭരായ ഗുരുനാഥന്മാരുണ്ട്. അവരോട് ആലോചിക്കാതെ ഒരു സംഘടനാ സംവിധാനം രൂപീകരിക്കേണ്ട പ്രശ്നമേയില്ല. അവരുടെ അഭിപ്രായം ആരാഞ്ഞു, അവരുടെ ഉപദേശം ആരാഞ്ഞു, അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് ആലോചിക്കേണ്ടതില്ല. ഈ മറുപടി KM മൗലവിക്ക് തീരെ രസിച്ചില്ല. അദ്ദേഹം കേരളത്തിൽ വന്നു. അദ്ദേഹം തന്റെ ചില മൗലവിമാരെയും കൂട്ടി ഇന്ത്യൻ മജ്ലിസുൽ ഉലമയുടെ ഒരു യൂണിറ്റ് കേരളത്തിൽ രൂപീകരിക്കപ്പെടുകയുണ്ടായി. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ യൂണിറ്റ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ആ ഒരു പ്രസ്ഥാനം എറിയപ്പെട്ടു. കേരളത്തിൽ പിന്നീട് നമ്മുടെ അഭിവന്ദരായ ഉസ്താദുമാരുടെ ഗുരുനാഥന്മാരുടെ വാക്കുകൾ ധിക്കരിച്ച് പുതിയ സംഘടന രൂപീകരിച്ച KM മൗലവി പിന്നീട് ബിദ്അത്തിന്റെ വാഹകനായി അതിന്റെ പ്രചാരകനായി രംഗപ്രവേശനം ചെയ്യുന്നതാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. അഭിവന്ദരായ ഉസ്താദുമാരിലേക്ക് അല്ലെങ്കിൽ ഗുരുനാഥന്മാരിലേക്ക് തങ്ങളുടെ പാരമ്പര്യം എത്തേണ്ട എന്ന് കൃത്യമായി തീരുമാനമെടുത്ത ആളായിരുന്നു KM മൗലവി എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ പാരമ്പര്യം എവിടേക്കാണ് ചെന്നെത്തുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് കേരളത്തിൽ അതിന്റെ വഹാബി മൂവ്മെന്റ്, ഇസ്ലാഹി മൂവ്മെന്റ് ആരംഭിക്കുന്നത്? അപ്പൊ അവരുടെ തന്നെ പുസ്തകങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇസ്ലാഹി മൂവ്മെന്റുകൾ ആരംഭിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും സയ്യിദ് റഷീദ് റിളയുടെയും ഒക്കെ ആശയ പ്രചരണമായിരുന്നു എന്നാണ്. അവരുടെ ആശയങ്ങളിൽ നിലപാടുകളിലൊക്കെ ആകൃഷ്ടരായിട്ടാണ് കേരളത്തിൽ KM മൗലവി അടക്കമുള്ള മൗലവിമാർ നവീന ചിന്തകളുമായി രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നവീന പ്രസ്ഥാനങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം അടക്കമുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ അവര് പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തിന്റെ പാരമ്പര്യം ചെന്നെത്തുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയിലേക്കാണ്, മുഹമ്മദ് അബ്ദുവിലേക്കാണ്, സയ്യിദ് റഷീദ് റിളയിലേക്കാണ്. ഈ മൂന്നാളുകൾ ആരായിരുന്നു? അവരെ കുറിച്ച് കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ മൂന്നാളുകളെ കുറിച്ച് അവിടെ സമകാലികരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത്, ഈ മൂന്നാളുകളും വിശുദ്ധമായ ദീനിന്റെ സംസ്കാരത്തെ അധിനിവേശ ശക്തികൾക്ക്, വിശുദ്ധമായ ദീനിന്റെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്ന ചാരന്മാരായിരുന്നു എന്ന് അക്കാലത്ത് അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ബന്ധം മുസ്ലിങ്ങളുമായിട്ടായിരുന്നുമില്ല, ഇസ്ലാമിക സംസ്കൃതിയുടെയും നാഗരികതയുടെയും പ്രഭവ കേന്ദ്രങ്ങളായിരുന്ന അറേബ്യൻ നാടുകളുമായിട്ടായിരുന്നില്ല. മറിച്ച് സമുദായത്തെ സാംസ്കാരികമായി തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശ ശക്തികളായിരുന്നു അവർ നിരന്തരമായി സമ്പർക്കം പുലർത്തിയത് എന്ന് അവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏത് കാലത്തും മുസ്ലിം സമൂഹത്തെ സാംസ്കാരികമായി തകർത്തു, രാഷ്ട്രീയമായി സമുദായത്തെ തകർക്ക്, ആ രീതിയിൽ ഒരു സാംസ്കാരികമായി സമൂഹത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി സമുദായത്തെ നശിപ്പിക്കാൻ ആസൂത്രിതമായി രംഗപ്രവേശനം ചെയ്ത ദീനിന്റെ ശത്രുക്കൾക്ക് ഈ ദീനിനെ ഉറ്റിക്കൊടുക്കുന്ന വൃത്തികെട്ട ഏർപ്പാട് ചെയ്തവരായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന്, മുഹമ്മദ് അബ്ദുവിന്, സയ്യിദ് റഷീദ് റിള എന്ന് അവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം മാസോണിസത്തിന്റെ വക്താവായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സമുദായത്തെ സാംസ്കാരികമായി തകർക്കുന്നതിന് വേണ്ടി സിയോണിസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു സംവിധാനത്തിന്റെ അതിന്റെ ഭാഗമായിരുന്നു മുഹമ്മദ് അബ്ദു എന്നായിരുന്നു. ഈ രീതിയിൽ ഇസ്ലാമിക ശത്രുക്കളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സമുദായത്തെ ഒറ്റുകൊടുക്കാൻ അവസരം കൊടുത്ത
ഈ 3 വ്യക്തിത്വങ്ങളിലേക്കാണ് കേരളത്തിലെ ബിദ്അത്തിന്റെ പാരമ്പര്യം ചെന്നെത്തുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം. അത് ഏത് സംഘടനകളെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ വ്യതിരിക്തമാകുന്നത്. നമുക്ക് മനോഹരമായ ഒരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ഗുരുപരമ്പര സുഹൃതം നിറഞ്ഞതാണ്. ഈ ഗുരുപരമ്പരയിൽ കണ്ണിച്ചേർക്കപ്പെട്ട ഓരോ ആലിമിനെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവര് അതാത് കാലത്ത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിരുന്ന, അതാത് കാലത്ത് എല്ലാവരാലും ആദരിക്കപ്പെട്ട പ്രഗത്ഭരായ ആലിമ്യങ്ങളായിരുന്നു, ആരിഫീങ്ങളായിരുന്നു. അക്കാലഘട്ടത്തിലെ സമുദായത്തിന് നേതൃത്വം നൽകിയ, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സുഹൃതം നിറഞ്ഞ പുണ്യ ഹബീബിലേക്ക് ചെന്നെത്തുന്ന മനോഹരമായ പാരമ്പര്യത്തെ അവകാശപ്പെടാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തിന് മാത്രമാണ് സാധ്യമാകുക എന്നുള്ളത് കൂടി ആമുഖമായി നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം. അപ്പൊ നമ്മൾ നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സുഹൃതം നിറഞ്ഞതാണ്. നമുക്ക് അഭിമാനിക്കാൻ നമ്മുടെ നേതൃത്വത്തിൽ, നമുക്ക് അഭിമാനിക്കാൻ നമ്മുടെ പാരമ്പര്യത്തിൽ. നമ്മുടെ ഗുരുപരമ്പര അത്രമേൽ പവിത്രമാണ്. ആ വിഷയത്തിൽ അഭിമാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ പ്രയോറിറ്റി എന്താണ്? നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈമാനിന്റെ പ്രഭയെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കുള്ള പ്രതിരോധമായിരുന്നു. 1920 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം നമുക്കറിയാം. അധിനിവേശ ശക്തികൾക്കെതിരെ അതിശക്തമായി പോരാട്ടം നയിക്കുന്ന ഒരു കാലമാണ്. ആ കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുകയാണ്. ആ കാലഘട്ടത്തിലും സംഘർഷഭരിതമായ ആ സാഹചര്യത്തിലും സമസ്ത എന്ന് പറയുന്ന പ്രതിരോധ കോട്ടയെ ഇവിടെ പടുത്തുയർത്താൻ നമ്മുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ തുനിഞ്ഞതിന്റെ കാര്യകാരണം എന്താണ്? സമുദായത്തിന്റെ ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടതാൻ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നുവെന്നാണ്. അവരുടെ പ്രയോറിറ്റി എന്താണ്? അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സമുദായത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. സമുദായത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മോശമായി ചിത്രീകരിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് വെറും വാക്കായി നമ്മൾ പറയുന്നതല്ല. ഇപ്പോ കേരളത്തിൽ ആദ്യമായി ഐക്യസംഘം രൂപീകൃതമായി. ഐക്യസംഘമാണമല്ലോ ഈ നവീന ചിന്തകളെ ആദ്യമായി ഇവിടെ ഉൽപാദനം ചെയ്തിട്ടുള്ളത്. ഈ ഐക്യസംഘ രൂപീകൃതമായി 1922 മുതൽ 1932 വരെയുള്ള കാലം നമ്മൾ പരിശോധിക്കുക. ഈ കാലഘട്ടത്തിനിടയിൽ വലിയ വലിയ പ്രമാണിമാരുണ്ടായിരുന്നു, പണക്കാരുണ്ടായിരുന്നു, വലിയ സ്വാധീനമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ നേതൃത്വത്തിൽ കാര്യമായി ചെയ്തിട്ടുള്ളത് ഈ വൃത്തികെട്ട ബിദ്അത്തിന്റെ പ്രചരണം മാത്രമായിരുന്നു. ആദ്യകാലത്തിൽ അഭിവന്ദരായ നമ്മുടെ ഉസ്താദുമാരൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് അവർ തിരിച്ചറിഞ്ഞത്. ഏത് സമ്മേളനങ്ങളും സംഘടിപ്പിക്കുമ്പോഴും ഈ ബിദ്അത്ത് മാത്രമാണ് പിന്നെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബിദ്അത്തിന്റെ പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് അവർ രൂപീകൃതമായത്. ഇന്ന് ചില ആളുകൾ വാദിക്കുന്നത് പോലെ വിദ്യാഭ്യാസ പ്രവർത്തനം, നവോത്ഥാന പ്രവർത്തനം ഇതൊക്കെ പറയുന്നുണ്ട്. എന്ത് നവോത്ഥാനമാണ്, എന്ത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഈ കാലഘട്ടത്തിൽ ഐക്യസംഘത്തിന്റെ രൂപീകരണ കാലം മുതൽ ഇവിടെ നടപ്പിലായത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, 1922 മുതൽ 32 വരെയുള്ള ഒരു കാലഘട്ടം ഐക്യസംഘത്തിന്റെ അതിന്റെ പ്രവർത്തനത്തിന്റെ പ്രാരംഭ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള വിദ്യാഭ്യാസ പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വകയിരുത്തിയ ചിലവ് പോലും, ഫണ്ട് പോലും അവിടെ ആശയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി സൗജന്യമായി പണം നൽകുന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു. അന്ന് ആ ഭാഗങ്ങളിലെ ക്രൈസ്തവ സഭകളൊക്കെ കൂടിച്ചേർന്നു അവരുടെ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ അവർ രാജകുടുംബത്തെ സമീപിച്ചു. അവർ വലിയ ഭൂമി വാങ്ങി. ആ ഭൂമിക്കകത്ത് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. എന്നാൽ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച ഐക്യസംഘത്തിന്റെ പ്രതിനിധികൾ രാജകുടുംബവുമായി ബന്ധപ്പെട്ടു. അവരും പണം വാങ്ങി എന്ന് മാത്രമല്ല, പിന്നീട് നമ്മൾ കണ്ടത് ആ പണം ഉപയോഗപ്പെടുത്തി ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം പോലും തുടങ്ങാൻ അവർ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ പണം ഉപയോഗപ്പെടുത്തി അവർ ആശയ പ്രചരണവുമായി മുന്നോട്ട് പോയി. അത് കണ്ടറിഞ്ഞിട്ടാണ് അഭിവന്ദരായ നമ്മുടെ ആലിമ്യങ്ങൾ വലിയ പ്രതിരോധം തീർത്തിട്ടുള്ളത്. ഈ കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഐക്യസംഘത്തിന്റെ സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ നമ്മുടെ പ്രഗത്ഭരായ ആലിമ്യങ്ങൾ ഈ നാട്ടിൽ ഉമറാക്കളെ കണ്ടു, ഈ നാട്ടിലെ പ്രമാണിമാരെ കണ്ടു.
ഈ സമ്മേളനം വന്നാൽ ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാകും, ഈ സമ്മേളനം ഇവിടെ നടത്താൽ ഈ നാട്ടിലെ വിശുദ്ധമായ ദീനിന്റെ ചൈതന്യം കിട്ടുപോകും, അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കരുത് എന്ന് പറഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ തിരൂരിൽ ഐക്യസംഘത്തിന്റെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ വേദിയിലേക്ക് പോകാൻ അതിന്റെ ബിദ്അത്തിന്റെ പ്രചാരകർക്ക്, അതിന്റെ പ്രഭാഷകർക്ക് വാഹന സൗകര്യം ഞങ്ങൾ നൽകില്ല എന്ന് പ്രഖ്യാപിക്കാൻ മലപ്പുറക്കത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാധ്യമായിരുന്നു. അത്രയേറെ ആദർശ പ്രതിബദ്ധതയോടുകൂടി ആലിമീങ്ങളുടെ ആഹ്വാനത്തിന്റെ കീഴിൽ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ആശയ പ്രചരണ രംഗത്ത് അതിശക്തമായി നിലനിന്ന ഒരു ഗതകാലമാണ് നമുക്ക് വളരെ മനോഹരമായ അഭിമാനത്തോടുകൂടി ഓർക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുക, നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ തിരിച്ചറിയുക, അതിൽ നമ്മൾ അഭിമാനിക്കുന്നവരായി തീരുക. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇവിടെ കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രയോറിറ്റി എന്താണ്? നമ്മൾ നമ്മുടെ പ്രയോറിറ്റി പറഞ്ഞു. 1920 കാലഘട്ടത്തിൽ വൈദേശിക ശക്തികൾക്കെതിരെ ഈ സമൂഹം ഒറ്റക്കെട്ടായി പോരാടുന്ന കാലത്തും ഈ നവീനവാദികളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബിദ്അത്തിന്റെ പ്രചരണം മാത്രമാണ്. ഇന്ന് 2025 നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത്, സംഘപരിവാറിന് അത്രയേറെ സ്വാധീനമുള്ള ഒരു കാലത്ത്, അവിടെ ഭീഷണികൾക്ക് മുന്നിൽ നമ്മളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലത്ത് പോലും ഈ നവീനവാദിയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവിടെ ആശയ പ്രചരണമാണ്. 1920 നിന്ന് 2025 എത്തുമ്പോഴും ഒരടി പോലും അവർ പിറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സമീപകാലത്തെ സംഭവവികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ചുവൈലി മൗലവിയുടെ പ്രഭാഷണം നമ്മുടെ മുമ്പിലുണ്ട്, അത്തരത്തിലുള്ള ആശയ പ്രചരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കൂടി നമ്മൾ തിരിച്ചറിയണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നമ്മുടെ ആലിമീങ്ങളൊക്കെ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയതുപോലെ അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്, അതൊരു മതസംഘടനയല്ല, തികച്ചും മതേതര വിരുദ്ധമായ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തോട് എത്രത്തോളം പ്രതിബദ്ധതയുണ്ട് എന്നുള്ളത് മൗദൂദിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഒരൊറ്റ ഉദാഹരണം കൂടി മാത്രം പറയാം. 1950 കാലഘട്ടത്തിൽ വളരെ പ്രമാദമായ ഒരു കേസിനെ ആസ്പദമാക്കി പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ന് നമ്മൾ ഗൂഗിൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. മുനീർ കമ്മീഷൻ എന്നാണ് പറയുന്നത്. മുനീർ കമ്മീഷൻ എന്ന് നമ്മൾ ഗൂഗിൾ പരിശോധിച്ചാൽ ഏകദേശം 300 ചില്ലാൻ പേജുള്ള ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോഴും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് ഇന്റർനെറ്റിൽ പരതിയിട്ടാണ് ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഞാൻ സംഘടിപ്പിച്ചത്. ആ കമ്മീഷന്റെ 228 പേജിൽ മൗലാന അബുൽ അല മൗദൂദിയോട് കമ്മീഷൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? If we have this form of Islamic government in Pakistan, will you permit Hindus to base their constitution on the basis of their own religion? എന്താ ചോദ്യം? നമുക്ക് പാകിസ്ഥാനിൽ ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അവിടെ ഒരു ഹിന്ദു ഗവൺമെന്റ് അനുവദിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മൗദൂദി പറഞ്ഞ ഉത്തരം ഈ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം. അദ്ദേഹം പറയാണ്, certainly I should have no objection even if the Muslim of India are treated in the form of government as Shrudas and Malishis and Manu's laws are applied to them. അദ്ദേഹം പറയാണ്, certainly I should have no objection. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇന്ത്യയിൽ ഒരു ഹിന്ദു ഗവൺമെന്റ്, ഒരു മതാധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം നിലവിൽ വരുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് യാതൊരു പ്രയാസവുമില്ല. മാത്രമല്ല അദ്ദേഹം പറയുകയാണ്, if the Muslim of India are treated in the form of the government as Shrudas and Malishis, ഇന്ത്യയിലെ മുസ്ലിം സമുദായം ശ്രൂദ്രന്മാരെ പോലെ അതല്ലെങ്കിൽ താഴ്ന്ന ജനവിഭാഗം പോലെയാണ് ഗവൺമെന്റ് അവരെ പരിഗണിക്കുന്നതെങ്കിൽ പോലും അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. And Manu's laws are applied to them. അവരുടെ മേൽ മനുസ്മൃതിയുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടാലും അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. Depriving them of all share in the government and the rights of citizen. In fact, such as states of affairs already exist in India. അദ്ദേഹം പറയണം, ഇതുപോലെയുള്ള
ഏതു നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചാലും ഒരു ഭരണകൂടം ഒരു പൗരന് വകവെച്ചു കൊടുക്കുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും മുസ്ലിമീങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേയല്ല. പാകിസ്ഥാനിൽ ഒരു മതാധിഷ്ഠിതമായ ഗവൺമെന്റ് ഉണ്ടായല്ലോ, അത് മാത്രം മതി എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് രേഖയടക്കം മുഗ്നീർ കമ്മീഷനിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇന്ന് ആർക്ക് പരിശോധിച്ചാലും അത് ലഭ്യമാവും. ആരായിരുന്നു മൗദൂദി എന്നും ആ മൗദൂദിയുടെ സമീപനം എന്താണെന്നും ആ മൗദൂദിക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷവുമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതിബദ്ധതയാണ് ഉള്ളത് എന്ന് കൃത്യമായി അതിനകത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. ഇന്നും ജമാഅത്തെ ഇസ്ലാമി അവരുടെ അജണ്ടയിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ലല്ലോ. 1940 കാലത്തിൽ എങ്ങനെയാണോ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പറഞ്ഞത്, എന്താണോ മുന്നോട്ട് വെച്ചത്, ആ ആശയത്തിൽ നിന്ന് 2025-ലും ജമാഅത്തെ ഇസ്ലാമി പിറകോട്ട് പോയിട്ടില്ല. ഇപ്പൊ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ചില സംഘടനകൾ എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ച് സംഘടിപ്പിച്ചപ്പോ ആ മാർച്ചിനകത്ത് അവര് മുഴക്കിയിട്ടുള്ള മുദ്രാവാക്യം, അവയുയർത്തിപ്പിടിച്ചിട്ടുള്ള പ്ലക്കാർഡ് ഹസനുൽ ബന്നയുടെയും മുഹമ്മദ് കുത്തുബിന്റെയും സയ്യിദ് കുത്തുബിന്റെയും ഒക്കെ ഫോട്ടോയുള്ള പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവര് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് എയർപോർട്ടിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇന്ത്യയിലെ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഹസനുൽ ബന്നക്കോ അല്ലെങ്കിൽ സയ്യിദ് ഖുതുബിനോ എന്ത് പ്രാധാന്യമാ ഉള്ളത്? അവർക്ക് എന്ത് റോളാണുള്ളത്? ഇവിടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഈ നാട്ടിലെ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് ഈ രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമായ നിയമത്തിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോ ആ പ്രതിഷേധത്തെ ഒറ്റിക്കൊടുക്കുന്ന സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത്. എന്നു മാത്രമല്ല, ഏതു കാലത്തും ജമാഅത്തിന്റെ അജണ്ട അതു തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ മതേതര സംവിധാനത്തോടോ ജനാധിപത്യ സംവിധാനത്തോടോ ഒരു തരത്തിലും സഹകരിക്കാതെ തികച്ചും മതാധിഷ്ഠിതമായ വാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ജനാധിപത്യ വിരുദ്ധ മതേതര വിരുദ്ധ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് വീണ്ടും അവര് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. നമ്മുടെ ഖൽബിനകത്തുള്ള ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് ചിലവഴിക്കുന്ന ഓരോ നിമിഷവും വെറുതെയല്ലേ. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസം പിഴച്ചതാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഈമാനില്ലാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടെങ്കിൽ ഈ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും വൃഥാവിലല്ലേ? ഇതൊക്കെ വെറുതെയല്ലേ? അവിടെയാണ് SKSSFന്റെ പ്രാധാന്യം നമ്മൾ ഓരോ ആളുകൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ചേർത്ത് വെച്ച നമ്മുടെ വിശ്വാസം സുഹൃതമാണ്. അപ്പൊ ഈമാനോടുകൂടി മരിക്കാൻ ഏതു വഴിയാണ് കരണീയമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു ആ മാർഗത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നത്, നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, നമ്മൾ ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്, നമ്മുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നിർവഹിക്കുന്നത് ആ സുഹൃതം നിറഞ്ഞ മനോഹരമായ ശരിയായ ഒരു വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. എല്ലാവർക്കും സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാനുള്ള അർഹതയൊന്നും ഭൂമിയിൽ ഒരാൾക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. ഈമാനോടുകൂടി മരിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം നൽകും എന്നതല്ലാതെ ഇന്നയാൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശരിയായിരിക്കണം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിനുള്ള അവസരമാണ് SKSSF ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് മറ്റുള്ളവരിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്
എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോ പ്രവർത്തനം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനം, അതിനുവേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമയം, നമ്മുടെ സമ്പത്ത്, അതൊരിക്കലും വെറുതെയല്ല, ഒരിക്കലും വെറുതെയല്ല. അതിനൊക്കെ നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ പ്രതിഫലമുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മൾ അജയ്യമായി മുന്നോട്ട് പോവുക. നമ്മൾക്ക് എത്രയോ പ്രവർത്തനങ്ങൾ ഇവിടെ നിർവഹിക്കാറുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ അഭിവന്ദരായ നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇവിടെ സൂചിപ്പിച്ചു, നേതാക്കളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. നമ്മളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇന്ന് ചില ആളുകളൊക്കെ നമ്മുടെ സംഘടനയെ കുറിച്ച് പറയുന്നത്, SKSSF-നെ കുറിച്ച് പറയുന്നത്, ഇവര് കേവലം ഈ വിവാദങ്ങളിൽ മാത്രം കാണുന്ന ഒരു കൂട്ടരാണ്. ചില ആളുകളൊക്കെ പറയുന്നത് എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് SKSSF-ന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും ഒക്കെ പേരുകൾ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അത്തരം ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും കൃത്യമായി നിങ്ങൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. ഇപ്പൊ SKSSF-നെ കുറിച്ച് ചില ആളുകളൊക്കെ ഗുണദോഷിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആദർശ സമ്മേളനം മാത്രം നടത്തിയാൽ പോരാ, നിങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണം, നിങ്ങൾ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം നടത്തണം, നിങ്ങൾ വെറുതെ ആദർശ സമ്മേളനം നടത്തി ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കലല്ല വേണ്ടത് എന്ന് ഗുണദോഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാൻ അവരോടൊക്കെ സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഇത്രയേറെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം കേരളക്കരയിലെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് SKSSF അല്ലാതെ മറ്റൊന്നിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുക, ഓരോ ആളുകളും കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ആദവനാട് നമുക്ക് ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ട്, SKSSF നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വെളിയങ്കോട് നമുക്ക് വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ കോട്ടോപ്പാടത്ത് നമുക്കൊരു വിമൻസ് സ്കൂൾ ഉണ്ട്, വളരെ വ്യവസ്ഥാപിതമായി കാലങ്ങളോളമായി അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് ആദ്യമായി അതിനൊരു കോഴ്സ് കൊടുത്ത് മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥാപനം കൂടിയാണ് SKSSF-ന്റെ കോട്ടോപ്പാടത്തെ സ്ഥാപനം എന്ന് പറയുന്നത്. മണ്ണാർക്കാട് നമുക്ക് ഇസ്ലാമിക് സെന്റർ ഉണ്ട്. മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്ത് ദാറുർ റഹ്മാൻ റെസിഡൻഷ്യൽ സയൻസ് സ്കൂൾ ഉണ്ട്. കാലോചിതമായി വിദ്യാഭ്യാസ രംഗത്തെ കൃത്യമായി മനസ്സിലാക്കി അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു റെസിഡൻഷ്യൽ സയൻസ് സ്കൂൾ SKSSF നേരിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ SKSSF നേരിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ കേരളത്തിൽ മാത്രമാണോ SKSSF-ന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത്? ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല SKSSF ഉള്ളത്, അതുകൂടി നമ്മൾ തിരിച്ചറിയണം. കേരളത്തിൽ മാത്രം പരിമിത കെട്ടുകിടക്കുന്ന ഒരു പ്രസ്ഥാനമല്ല SKSSF, മറിച്ച് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ SKSSF-ന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുകയാണ്. 12ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പാണ് കൽക്കത്തയിൽ നമ്മൾ നാഷണൽ സമ്മേളനം സംഘടിപ്പിച്ചത്. കൽക്കത്തയുടെ മണ്ണിൽ SKSSF ഒരു ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ സമാപനം അഭിവന്ദരായ നമ്മുടെ നായകർ മഹാനായ സയ്യിദുൽ ഉലമ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇപ്പൊ കേരളത്തിൽ അത്ര പേരുള്ള ഒരു സംഘടന സാധാരണഗതിയിൽ ഉത്തരേന്ത്യയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു സമ്മേളനം നടത്തുമ്പോൾ പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുന്ന് കുറെ ആളുകൾ പോകും, എന്നിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കും, സമ്മേളനം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരും. പക്ഷേ SKSSF സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മാത്രമാണ്. പിന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് വിവിധ സംസ്ഥാനങ്ങളിലെ SKSSF-ന്റെ പ്രതിനിധികളാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ SKSSF-ന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകരും അതിന്റെ നേതാക്കളും പ്രതിനിധികളാണ് അവിടെ സമ്മേളിച്ചത്. മാത്രമല്ല, ആ സമ്മേളനത്തിന്റെ സമാപനം അഭിവന്ദരായ സയ്യിദുൽ ഉലമ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ സദസ്സിൽ തടിച്ചുകൂടി ആയിരങ്ങൾ പശ്ചിമ ബംഗാളിലെ കൽക്കത്തയിലെ തദ്ദേശീയരായിട്ടുള്ള ആളുകളായിരുന്നു. ആയിരങ്ങളുടെ മുമ്പിലാണ് അഭിവന്ദരായ സയ്യിദുൽ ഉലമ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയത്. ആ സമ്മേളനത്തിൽ നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിച്ചു, നടപ്പിലാക്കി. ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, എനിക്ക് അഭിമാനം തോന്നുന്നത് നമ്മുടെ വെസ്റ്റ് ജില്ലയും ഉത്തരേന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് ഒരു CLC ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്. അപ്പൊ CLC എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ എന്ന് പറയുന്നത്,
കേവലം അതൊരു നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ അത് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഒരു സ്ഥാപനമല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല, അതൊരു നാട്ടിലെ വിദ്യാഭ്യാസ കേന്ദ്രമാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഭവം ഉണ്ടായി. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പഠിക്കാൻ വേണ്ടി കടന്നു വന്ന വിദ്യാർത്ഥികൾ, അവരെ കൊണ്ടുവന്ന അവരുടെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ചില അധ്യാപകന്മാർ അവരെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തിയെന്ന് മാത്രമല്ല, സാങ്കേതികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യക്കടത്തിന്റെ പേരിൽ കേസെടുക്കുക കൂടി ചെയ്തു. അപ്പൊ അവരൊക്കെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി. പിന്നീട് സുപ്രഭാതം ദിനപത്രത്തിൽ ഒരു തുടർ ലേഖനം വന്നു. ഈ പാലക്കാട് നിന്ന് ഉദ്യോഗസ്ഥന്മാർ സാങ്കേതികമായ തടസ്സം പറഞ്ഞു തിരിച്ചയച്ച ഈ കുട്ടികൾ ഇപ്പൊ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുപ്രഭാതം ദിനപത്രം അതിനെക്കുറിച്ച് പഠിച്ചു. ലേഖനം അവിടെ പോയി അന്വേഷണം നടത്തി. അദ്ദേഹം വളരെ കൃത്യമായി ആ ലേഖനത്തിൽ എഴുതി, അന്ന് ഇവിടെ നിന്ന് തിരിച്ചയക്കപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ നാടുകളിൽ പോയി, വിവിധങ്ങളായ ഗ്രാമാന്തരങ്ങളിൽ അവരുടെ നാടുകളിൽ പോയി പഠനം അവസാനിപ്പിച്ചു എന്ന് മാത്രമല്ല, പാടത്ത് പണിയെടുക്കുന്ന ആളുകളുണ്ട്, ആക്രിക്കടയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവിടെ കുലത്തൊടിയിൽ ഏതാണോ ആ തൊടിയിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ആളുകളുണ്ട്. പഠനം അതോടുകൂടി അവസാനിപ്പിക്കപ്പെടേണ്ട ഗതികെട്ട സാഹചര്യം വളരെ കൃത്യമായി സുപ്രഭാതം തുടർ ലേഖനത്തിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇതാണ് അവിടെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. 1-ാം ക്ലാസ്സിൽ കുട്ടിയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ 4-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും കുട്ടി പഠനം അവസാനിപ്പിക്കുകയാണ്. പിന്നീട് രക്ഷിതാവിന്റെ കൂടെ പാടത്ത് പണിയെടുക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, അല്ലെങ്കിൽ പഠിക്കാൻ അവസരം നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് പുസ്തകം കൊടുത്തു അവരെ തിരിച്ച് സ്കൂളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്ന സംവിധാനമാണ് കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ എന്ന് പറയുന്നത്. ആ കുട്ടികൾക്ക് അവിടെ വെച്ച് നമ്മൾ ട്യൂഷൻ കൊടുക്കുകയാണ്. ആ നാട്ടിലെ സ്ത്രീകൾ അവിടെ വെച്ച് ഖുർആൻ പഠിക്കുകയാണ്. ആ നാട്ടിലെ മുതിർന്ന ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് ആ നാട്ടിലെ ഇസ്ലാമിന്റെ പ്രബോധനത്തെക്കുറിച്ച്, പ്രചരണത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയാണ്. മഹല്ല് സംവിധാനത്തെക്കുറിച്ച് അവർ ആലോചിക്കുകയാണ്. അങ്ങനെ ഒരു നാടിന്റെ നാനോന്മുഖമായ പുരോഗതിക്കാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ വഴി കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് 10ഓളം കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹരിയാനയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ ജമ്മു കാശ്മീരിലെ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററിന്റെ ഉദ്ഘാടനവും നിർവഹിക്കാൻ പോവുകയാണ്. അങ്ങനെ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ സജീവമായി ഓരോ സംസ്ഥാനത്തും വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പൊ കൽക്കത്തയിലെ ആലിയ യൂണിവേഴ്സിറ്റി ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കൽക്കത്ത മദ്രസ എന്ന പേരിൽ അറിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്. ആ ആലിയ യൂണിവേഴ്സിറ്റിക്ക് തൊട്ടരികിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ ലീഡർഷിപ്പ് സ്കില്ലൊക്കെ കൃത്യമായി അവർക്ക് നേടിക്കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ SKSSF കൽക്കത്തയിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് ഹരിയാനയിലെ നൂഹ് ജില്ല എന്ന് പറയുന്നത്. 75% മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു ജില്ലയാണ്. മാത്രമല്ല അവിടുത്തെ വിദ്യാഭ്യാസ നിരക്ക് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും. അവിടെയുള്ള MLA ആണ് അഫ്താബ് അഹമ്മദ് എന്ന് പറയുന്നത്. ഈ ദാറുൽ ഹുദ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ വന്നു. അദ്ദേഹം കേരളത്തിൽ വെച്ച് SKSSFന്റെ നാഷണൽ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തു. അവിടെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തി. SKSSF ഹരിയാനയിലെ നൂഹ് ജില്ലയിൽ ഒരു സ്കൂൾ പ്രൊജക്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കോടികൾ മൂല്യം വരുന്ന, ചിലവ് വരുന്ന ഒരു ബൃഹത്തായ സ്കൂൾ പദ്ധതി ഹരിയാനയിലെ നൂഹ് ജില്ലയിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ പ്രാഥമികമായ പ്രവർത്തനമെന്നോണം അവിടെ ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ SKSSF വളരെ കൃത്യമായി ഭംഗിയായി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് വളരെ പ്രധാനപ്പെട്ട പദ്ധതികളാണ്. ചൂലൂർ ക്യാൻസർ സെന്ററിന്റെ തൊട്ടരികിൽ നമുക്ക് സഹചാരി സെന്റർ ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നമുക്ക് സഹചാരി സെന്റർ ഉണ്ട്. തിരുവനന്തപുരം RCCക്ക് തൊട്ടരികിൽ നമ്മൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവിടെ സഹചാരി സെന്ററിന്റെ നിർമ്മാണത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട്
എല്ലാ സൗകര്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സഹചാരി സെന്റർ ഇൻഷാ അല്ലാഹ് നമ്മുടെ അജണ്ടയിലുണ്ട്. അധികം താമസിയാതെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മൾ എണ്ണിയാലൊടുങ്ങാത്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ഫ്യൂച്ചർ ഫെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ട്രെയിനിങ്ങുകൾ, അത്രയേറെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി ഗൗരവത്തോടു കൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മുഴുവനും ക്രോഡീകരിച്ച് അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് സെന്റർ, അതിന്റെ പ്രവർത്തനം നമുക്കധികം താമസിയാതെ തുടങ്ങേണ്ടതുണ്ട്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ജാരിയ എന്ന് പറയുന്ന ഫണ്ട് സമാഹരണവുമായി അഭിവന്ദരായ നേതാക്കൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ഓരോ ആളുകളും ഏറ്റെടുക്കുക. എൻ്റെ ഒരു വിശ്വാസപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് സമാഹരിക്കുന്ന ജില്ല മലപ്പുറം വെസ്റ്റ് ജില്ലയായിരിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് അഭിവന്ദരായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനം നെഞ്ചേറ്റിയിട്ടുള്ളത്. തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ റെഡിയാണ് എന്ന് അഭിമാനത്തോടുകൂടി ആവേശത്തോടുകൂടി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഓരോ ആളുകളുമാണ്. ഈ ആവേശം ഒട്ടും ചോരാതെ നമ്മുടെ യൂണിറ്റ് തലങ്ങളിൽ നമ്മൾ ഇറങ്ങിത്തിരിച്ചു വീടാന്തരങ്ങളിൽ കയറി ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തി, ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തി, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തി, നമ്മുടെ ജീവകാരുണ്യ പദ്ധതികൾ പരിചയപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയാൽ ആരും നിങ്ങളെ വെറും കൈയോടെ മടക്കി അയക്കില്ല എന്ന കാര്യം സത്യമാണ്. അതുകൊണ്ട് ഇത്രയേറെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമുള്ള അഭിമാനകരമായ ഒരു പാരമ്പര്യത്തെ നെഞ്ചേറ്റുന്ന SKSSFന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് പറയാൻ നമുക്ക് ഓരോ ആളുകൾക്കും കഴിയും. അതുകൊണ്ട് അഭിമാനമുള്ളവരായി തീരുക. ഈ പ്രസ്ഥാനത്തിൽ അഭിമാനിക്കണം, നമ്മുടെ ആദർശത്തിൽ അഭിമാനിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് അഭിമാനിക്കണം, നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ അഭിമാനിക്കണം. ആരുടെ മുന്നിലും തലകുനിക്കാതെ അഭിമാനബോധത്തോടു കൂടി ഞാനൊരു സമസ്തക്കാരനാണ്, ഞാനൊരു SKSSFകാരനാണ് എന്ന ആ വികാരത്തോടു കൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു പ്രതിനിധി സമ്മേളനം അതിന് നമുക്കൊരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.